പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വൻ ഭീഷണിയാണ് ഉയരുന്നത്. ഇപ്പോൾ JNUവിൽ നിന്ന് ഉയരുന്നത് കൊലപാതക ഭീഷണിയാണ്. ഇതെത്രത്തോളം വാസ്തവമാണ്? ആ ചോദ്യം നമ്മളെ പല ഓർമ്മകളിലേക്കും തിരിച്ചു കൊണ്ടുപോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായ കാലം തൊട്ട് സോണിയയുടെ കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുലിൻ്റെ കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒത്താശയോടുകൂടി അവരുടെ മൗന സമ്മർദ്ദത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവനെടുക്കാനുള്ള പല പരിശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒന്ന്. രണ്ട്, പലരും നടത്തിയ പരിശ്രമങ്ങൾക്ക് കവർ ഫയർ എന്ന് പറയുന്നത് പോലെ ആ പരിശ്രമം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്ത ജോലിയും ഇവർ ചെയ്തിട്ടുണ്ട്. അത് ഒരു ഭാഗം. മൂന്നാമതൊരു പ്രധാന ഭാഗമാണ് രാഹുലിൻ്റെയും സോണിയയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധിയായിട്ട് പാകിസ്ഥാനിലേക്ക് പോയ മണിശങ്കർ അയ്യർ. കോൺഗ്രസിൻ്റെ പാകിസ്ഥാൻ സൗഹൃദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ്. ആ മണിശങ്കർ അയ്യർ അവിടെ ചെന്ന് 2014 മോദി എലക്ട് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ചെന്നിട്ട് ആവശ്യപ്പെട്ടു, മോദിയെ ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് പാകിസ്ഥാൻ്റെ സഹായം വേണമെന്ന്. അതിന് പറഞ്ഞ ന്യായം ഇതാണ്, മോദി ഉള്ളിടത്തോളം കാലം പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അതായത് ഭാരതത്തിൻ്റെ ബന്ധം ശരിയായി പോവുകയും അത് പരിഹരിക്കാൻ വേണ്ടി മോദിയെ ഇല്ലാതാക്കാൻ വേണ്ടി, അന്നൊക്കെ പല വാർത്ത വന്നത് അങ്ങനെയല്ല, മോദിയെ ഒഴിവാക്കാന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഒഴിവാക്കാനല്ല അന്ന് ആവശ്യപ്പെട്ടത്. മോദിക്കാ രഹത്തെ ഹുവേ, മോദി ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ബന്ധം ശരിയായിട്ട് പോകത്തില്ല. അതുകൊണ്ട് മോദിയെ ഇല്ലാതാക്കാൻ വേണ്ടി പാകിസ്ഥാൻ്റെ സഹായം ചെന്ന് ചോദിച്ചതാണ് മണിശങ്കർ അയ്യർ, രാഹുലിൻ്റെയും സോണിയയുടെയും പ്രതിനിധിയായ മണിശങ്കർ അയ്യർ. അതൊക്കെ പശ്ചാത്തലം, കഴിഞ്ഞ കാര്യങ്ങൾ. പിന്നെയും ഉണ്ടായിട്ടുണ്ട്, പല പരിശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് പഞ്ചാബ് വെച്ചുണ്ടായ കാര്യം നമുക്കറിയാം. ബീഹാറിലെ ഇലക്ഷൻ പ്രചരണത്തിനിടയ്ക്ക് മോദിയെ ആക്രമിക്കാൻ നടത്തിയ 2014 ഇലക്ഷൻ പ്രചരണത്തിനിടയ്ക്ക് നടത്തിയ ബോംബ് സ്ഫോടനങ്ങളുടെ കഥ ഭാരതം മറക്കാറായിട്ടില്ല. അഹമ്മദാബാദിൽ വെച്ച് നടത്തിയൊരു ഇൻഡയറക്റ്റ് പരിശ്രമമുണ്ട്. അവിടെ സ്ഫോടനം നടത്തിയിട്ട് ആ സ്ഫോടനം നടത്തി കഴിയുമ്പം അപകടത്തിൽപ്പെടുന്ന ആളുകളെ എത്തിക്കുന്ന ആശുപത്രിയിലേക്ക് മോദി ചെല്ലുമെന്ന് കണക്കുകൂട്ടിക്കൊണ്ട് ആ ആശുപത്രിയിൽ സ്ഫോടനത്തിന് ഏർപ്പാട് ചെയ്തു. അതിൽ നിന്നൊക്കെ മോദി രക്ഷപ്പെട്ടത് അത്ഭുതകരമായ രീതിയിലാണ്. ഇതൊക്കെ അറിയാവുന്നതാണെങ്കിൽ ഈ കാര്യത്തിലൊക്കെ നമ്മുടെ മലയാളിയായ ആ പേര് ഞാൻ ഒരു ഗോപിനാഥ പിള്ളയുണ്ട്, കഴപ്പ് ഇവിടെ വരുന്നുണ്ടായിരുന്നല്ലോ, നമ്മുടെ കായംകുളംകാരുണ്ടായിരുന്നല്ലോ, അവസാനം എൻകൗണ്ടറിൽ മരിക്കുന്ന ആ പേര് ഞാൻ മറന്നുപോയി. ജാവേദ് ഇഖ്തർ എന്നാണ് അയാളുടെ മതം മാറിയ ശേഷമുള്ള പേര്. പക്ഷേ അയാളുടെ കേരളത്തിലെ പേര് ഹിന്ദു പേരായിരുന്നു, ഞാൻ ആ പേര് മറന്നുപോയി. അയാളൊക്കെ നടത്തിയ പല പരിശ്രമങ്ങളൊക്കെ ഉണ്ട്. ഈ പരിശ്രമങ്ങളെ ഒക്കെ ശ്രദ്ധാപൂർവം ഗുജറാത്തിലെ ആഭ്യന്തര കാര്യം കൈകാര്യം ചെയ്തതുകൊണ്ടും ഈശ്വരാധീനത്താലും മോദി ഭാരതത്തിന് വേണ്ടി രക്ഷിക്കപ്പെട്ടു. പക്ഷെ അവരെ പരിശ്രമം അവസാനിപ്പിച്ചിട്ടില്ല. ഇന്നും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചൈന സന്ദർശനത്തിനിടയ്ക്ക് സംഭവിച്ചതും മറ്റൊന്നുമല്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ ശ്രദ്ധ കൊണ്ടുവരുന്നത് JNUവിൽ വിളിച്ച മുദ്രാവാക്യത്തെക്കുറിച്ചാണ്. അതായത് ഭാരത് തേരി തുക്കടേ ഹോങ്കെ, ഭാരത നിന്നെ ഇല്ലാതാക്കും, മുറിച്ച് കഷണങ്ങളാക്കും എന്നും പറഞ്ഞ് JNUവിൽ 2016 വിളിച്ചൊരു മുദ്രാവാക്യവും അവിടെ സമരങ്ങളും അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. അതെ, ആ സമരത്തെയാണ് രാഹുലും വന്നുപോയി അവിടെ പോയി അഭിസംബോധന ചെയ്തതാണ്. അവിടെ നിന്നുയർന്ന രാഷ്ട്രീയത്തിൻ്റെയും ഭീകരപ്രവർത്തനത്തിൻ്റെയും സന്തതികളാണ് ഈ ഷർജിൽ ഇമാമും ഉമർ ഖാലിദും ഒക്കെ. ഇപ്പം JNUവിലും ഉണ്ടായിരിക്കും. അല്ലല്ല, അതെ, അവരാണ് പിന്നീട് ഭാരതത്തെ മുറിച്ചു കളയണമെന്നും 5 ലക്ഷം ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒന്നിച്ചുകൂടി നിന്നുകൊണ്ട് ആ ചിക്കൻ നെക്ക മുറിച്ചു കളഞ്ഞ് ഭാരതത്തെ രണ്ടാക്കണമെന്നും
അങ്ങനെ പലതരത്തിൽ ഭാരതത്തെ വിഭജിച്ചില്ലാതാക്കാൻ വിധ്വംസക പ്രവർത്തനങ്ങളിലെ അതിലേക്ക് രാജ്യത്തെ നയിക്കാൻ വേണ്ടി പരിശ്രമിച്ച രണ്ട് വ്യക്തികളാണ് ഈ ഷർജീൽ ഇമാമും ഉമർ ഖാലിദും. ആ ചിക്കനെയൊക്കെ മുറിക്കാൻ പറഞ്ഞ് നടത്തിയ പ്രസംഗമൊക്കെ വളരെ പ്രസിദ്ധമാണ്, കുപ്രസിദ്ധമാണ് റാദൽ. പിന്നെ ഡൽഹി സ്ഫോടനം, 53 പേരെ കൊന്ന സമീപ സമയത്ത് ആ ഡൽഹിയിലെ സംഘർഷം, അതിൻ്റെ സൂത്രധാരകന്മാരായിരുന്നു ഇവർ രണ്ടുപേരും. അവരുൾപ്പെടെ 7 പേർക്ക് ജാമ്യത്തിന് വേണ്ടി പല തവണ പരിശ്രമിച്ചെങ്കിലും അവസാനം അത് സുപ്രീം കോടതിയിലെത്തിയത് ഇക്കഴിഞ്ഞ ദിവസമാണ്. തീരുമാനമായി. സുപ്രീം കോടതി പറഞ്ഞു, യാതൊരു കാരണവശാലും ഇവർ ജാമ്യത്തിന് അർഹരല്ല. 1 വർഷത്തിന് ശേഷം വേണമെങ്കിൽ പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെയുള്ള മറ്റ് 5 പ്രതികൾക്ക് ജാമ്യം കൊടുക്കുകയും ചെയ്തു. കാരണം ഇവരാണ് അതിൻ്റെ കിങ് പിൻസ് എന്ന് പറയാവുന്ന പോലെ പ്രധാനപ്പെട്ട ഗൂഢാലോചനയുടെ ആളുകൾ ഇവരാണ്. രസകരമായ കാര്യം, ഇവരെ രക്ഷിക്കണമെന്ന് ആവശ്യം, ഇവർക്ക് ജാമ്യം കൊടുക്കണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്താൻ ഇവരുടെ പക്ഷം നിൽക്കുന്ന ആളാണ് പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആ ജിഹാദി കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാവുന്ന ന്യൂയോർക്കിലെ മേയർ. അയാൾ മേയറായതിന് ദേശാഭിമാനിയും ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദി പക്ഷവും അവരുടെ മാധ്യമങ്ങളും ഒക്കെ കൊണ്ടാടുകയാണ്. ആ മേയറും പറഞ്ഞു ഇവർക്ക് 2 പേർക്കും, അതിൽ പ്രത്യേകിച്ചും ഉമർ ഖാലിദിന്, അയാളുടെ കാര്യത്തിൽ അയാൾ ഭയങ്കരമായിട്ട് താല്പര്യം കാണിച്ചു. ആ മേയറെ മനസ്സിലാക്കണം. ഗുജറാത്തിലെ സംഘർഷം വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ ഗുജറാത്ത് സംഘർഷത്തിന് വഴിയൊരുക്കിയ ഗോദ്ര കലാപത്തെക്കുറിച്ച് അയാൾ ഒരക്ഷരവും വേണ്ടിയിട്ടില്ല. അയാൾ എന്നും ഭാരതത്തിനെതിരാണ്, ഇസ്രായേലിനുമെതിരാണ്, ലോകത്തെ സമാധാനം കാക്ഷിക്കുന്ന എല്ലാവർക്കും അയാളെതിരാണ്. ന്യൂയോർക്കിൻ്റെ ഒരു മേയറായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പം അയാൾ അവിടെ സത്യപ്രതിജ്ഞ ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരും ദേശാഭിമാനിക്കാരും ആഘോഷിക്കുന്നത് പോലെ കാറൽ മാർക്സിന്റെ മൂലധനവും പൊക്കിപ്പിടിച്ചുകൊണ്ടല്ല. അവിടെ പഴയ കാലത്തെ ഒരു ഖുറാൻ, ഞാൻ ഖുറാനെ കുറിച്ചൊരു കുറ്റം പറയല്ല, ആദരിക്കുന്ന ഗ്രന്ഥമാണ്, അതും പിടിച്ചുകൊണ്ടാണ് ഈ തീവ്രവാദവും മാർക്സിസവും മുസ്ലിം തീവ്രവാദവും കൂടെ അരച്ച് കലക്കി ഒന്നാക്കിയ ആ ന്യൂയോർക്ക് മേയർ. ആ മേയറാണ് ഇവിടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അമേരിക്കയിലെ ഏതെങ്കിലും കോടതിയിൽ പണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇതുപോലെ ജാമ്യം കിട്ടാത്തൊരു കേസിൽ പെട്ടുകൊണ്ടായിരുന്നു. അത് സർക്കാർ വഴി അടൽ ബിഹാരി വാജ്പേയി ഇടപെട്ടാണ്. അത് മയക്കുമരുന്നിൻ്റെ കേസായിരുന്നു. വാജ്പേയി ഇടപെട്ടാണ് സോണിയയുടെ അപേക്ഷ പ്രകാരം രാഹുലിനെ അന്ന് രക്ഷപ്പെടുത്തിയെന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ അത് വേറൊരു കാര്യം. പക്ഷെ കേസ് കോടതിയിലെത്തിക്കഴിഞ്ഞാൽ അത് അമേരിക്കയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും ജർമ്മനിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും കോടതിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു രാജ്യത്തെ ആരെങ്കിലും അപേക്ഷിച്ചിട്ടോ ആഹ്വാനം ചെയ്തിട്ടോ സമ്മർദ്ദം ചെലുത്തേണ്ട കാര്യമുണ്ടോ? ആ സമ്മർദ്ദം നടക്കും ഏതെങ്കിലും ശക്തി കുറഞ്ഞ ബനാന റിപ്പബ്ലിക് എന്ന് പറയത്തില്ലേ, അവിടെ നടക്കും. ഭാരതം പോലെ ശക്തമായ ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥാപിതമായ നിയമവ്യവസ്ഥയുടെ അത്യുന്നത കോടതിയായ സുപ്രീം കോടതിയിലെ കേസ് നടക്കുമ്പം ന്യൂയോർക്കിലെ ഒരു 4-കിട മേയർക്ക് അയാൾക്ക് കയറി സമ്മർദ്ദം ചെലുത്താൻ പരിശ്രമിക്കാൻ വേണ്ടിയുള്ള അർഹത എന്താ ഉള്ളത്? പക്ഷെ അയാളെ കൊണ്ട് കത്തെഴുതിപ്പിച്ചു. അയാളുടെയും സമ്മർദ്ദം വന്നു. ഈ സമ്മർദ്ദമെല്ലാം വന്നിട്ട് ഇവിടെ ഇപ്പം കേൾക്കുന്ന കാഴ്ച എന്തറിയോ? ആ സമ്മർദ്ദത്തിന് അനുകൂലിച്ച് അതിന് വഴിപ്പെടാതെ സുപ്രീം കോടതി ഇവർക്ക് ജാമ്യം കൊടുത്തില്ല. കാരണം ജാമ്യമാണ് സാധാരണഗതിയിൽ കിട്ടേണ്ടത്, ജയിലല്ല. ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റൊക്കെ വരുന്നത് കുറ്റത്തിൻ്റെ പ്രാധാന്യം ഇവിടെ കണക്കാക്കിയിട്ടാണ്.
കൊലപാതക കേസിനുള്ള പ്രതിക്ക് അങ്ങനെ കൊടുക്കുകയില്ല, തീവ്രവാദിക്ക് കൊടുക്കത്തില്ല. ഇതിനൊക്കെ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ്, നമ്മുടെ ഭരണഘടനയ്ക്കകത്ത്, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആ പ്രിയാമ്പിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാജ്യത്തിൻ്റെ ഇൻ്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത. ആ ഇൻ്റഗ്രിറ്റി ഇല്ലാതാക്കാൻ ശ്രമിച്ച ഭാരത് തേരി ടുക്ടേ ഹോംഗെ എന്ന് പറഞ്ഞ അതിനുവേണ്ടി പരിശ്രമിച്ച ഇവിടെ ഒരു ഭരണകൂട അട്ടിമറി ആഗ്രഹിക്കുന്ന രണ്ട് പ്രതികളെയാണ്, അതിനുവേണ്ടി പണിയെടുത്ത രണ്ട് പ്രതികളെയാണ്. മാത്രമല്ല, ഓർക്കണം, അവർ പണ്ട് അഫ്സൽ ഗുരുവിന്റെ കേസിൽ അന്ന് വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, അഫ്സൽ ഹം ശർമീന്ദാഹേ തേരി കാതിൽ ജിന്ദാഹേ എന്ന് പറഞ്ഞാൽ, അഫ്സൽ ഞങ്ങൾക്ക് നാണം തോന്നുന്നു, നിങ്ങളെ കൊന്നവരിന്നും ജീവിച്ചിരിക്കുന്നു എന്ന്. കൊന്നവരാരാ? വ്യക്തികളല്ല, സുപ്രീം കോടതിയുടെ വിധിക്ക് അനുസരിച്ചിട്ടാണ് അഫ്സലിന് ഭാരത സർക്കാർ തൂക്കിക്കൊന്നത്. അർഹിക്കുന്ന ശിക്ഷയായിരുന്നു. എന്തായാലും വിധിച്ചതാരാണ്? സുപ്രീം കോടതി അല്ലേ, ജഡ്ജിമാര്. അപ്പം JNU വിളിച്ച മുദ്രാവാക്യം എന്താണ് പറഞ്ഞത്? അഫ്സൽ ഹം ശർമീന്ദാഹെ തേരി കാതിൽ ജിന്ദാഹെ എന്ന് പറഞ്ഞാൽ, അഫ്സലിനെ കൊല്ലാൻ വിധിച്ച സുപ്രീം കോടതി ജഡ്ജിമാർ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് നാണം തോന്നുന്നു പറയുന്ന അപകടകരമായ മുദ്രാവാക്യം വിളിച്ച ആ കൂട്ടറ്, ആ രാഹുലിൻ്റെയും MA ബേബിയുടെയൊക്കെ രാഷ്ട്രീയ പക്ഷത്തുള്ളവര് ഇന്ന് പറയുകയാണ്, JNUവില് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ശവക്കുഴി തോണ്ടുവന്ന്. അമിത്ഷായുടെ പേര് ചേർക്കാൻ കാരണമുണ്ട്. ചൈനയ്ക്ക് വേണ്ടി ജീവനുകളെ നടക്കുന്ന മാവോയിസ്റ്റുകൾക്ക്, നക്സലൈറ്റുകളുടെ ജീവിതം ദുസ്സഹമാക്കി അവരെ ഇല്ലാതാക്കി ഒതുക്കി തീർത്ത കേരളത്തിന്റെ ഭാരതത്തിന്റെ പ്രഗത്ഭനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, നക്സൽവാദികളെ, നക്സലിസ്റ്റുകളെ, മാവോയിസ്റ്റുകളെ ഇല്ലാതാക്കിയ, ആ മാർക്സിസ്റ്റ് തീവ്രവാദത്തെ ഇല്ലാതാക്കിയ അമിത്ഷാ ജീവിച്ചിരിക്കുന്നതിന് മുസ്ലിം തീവ്രവാദത്തെ ഭാരതത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കും എന്ന് പറയുന്ന നരേന്ദ്രമോദി ജീവിച്ചിരിക്കുന്നത് JNUവിലെ രാഹുലിൻ്റെയും MA ബേബിയുടെയും ശിഷ്യനായ കുറച്ച് പേർക്ക് സഹിക്കുന്നില്ലെങ്കിൽ അവർക്ക് സകലശക്തി ഉണ്ടാവാൻ അവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി. അല്ലാതെ നരേന്ദ്രമോദിയെയോ അമിത്ഷായെയോ ഇല്ലാതാക്കി കളയാവുന്നും അങ്ങനെ പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങിയ വധശ്രമങ്ങൾ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിഷേധിക്കുന്നതിന്, അതിനെ പ്രതിരോധിക്കുന്നതിന് ഭാരതത്തിന്റെ ഭരണകൂടം മാത്രമല്ല 140 കോടി വരുന്ന ജനങ്ങളുണ്ടാവും. ഈ കാര്യം ഈ കുട്ടിക്കൊരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നവര് മറക്കണ്ട എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.